GLPS Payanadam School Radio. Hello friends, I am Krishna Kumar Mash. Hearty welcome to Day 10 Come Let's Talk. Come Let's Talkന്റെ 10ാം ദിനത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Hello friends, I think now English is your friend. ശരിയല്ലേ? ഇപ്പോൾ ഇംഗ്ലീഷ് നിങ്ങളുടെ കൂട്ടുകാരനായി മാറിയില്ലേ? Because you are loving English and practicing English. നിങ്ങൾ ഇംഗ്ലീഷിനെ സ്നേഹിക്കുന്നു, ഇംഗ്ലീഷിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായി ഇപ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയുന്നുണ്ട് അല്ലേ? ഇന്ന് നമുക്ക് ഇംഗ്ലീഷിലെ മറ്റൊരു പ്രയോഗരീതിയിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾക്ക് എത്ര സഹോദരന്മാരുണ്ട് എന്നെങ്ങനെ ചോദിക്കും? How many brothers do you have? How many brothers do you have? നിങ്ങൾക്ക് എത്ര സഹോദരന്മാരുണ്ട്? നിങ്ങൾക്ക് എന്ത് മറുപടി പറയാം? ഒരാളെ ഉള്ളുവെങ്കിൽ എന്ത് പറയാം? ഐ ഹാവ് ഓൺലി വൺ ബ്രദർ. എനിക്ക് ഒരു സഹോദരൻ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഐ ഹാവ് ടു ബ്രദേഴ്സ്. എനിക്ക് രണ്ട് സഹോദരന്മാരുണ്ട് ഉണ്ടെന്ന് പറയാം. സഹോദരന്മാരില്ലെങ്കിലോ ഐ ഹാവ് നോ ബ്രദേഴ്സ്. ഇങ്ങനെയും പറയാം അല്ലേ? ഇനി നിങ്ങൾക്ക് എത്ര സുഹൃത്തുക്കളുണ്ട് എന്നെങ്ങനെ ചോദിക്കും? ഹൗ മെനി ഫ്രണ്ട്സ് ഡു യു ഹാവ്? നിങ്ങൾക്ക് എത്ര സുഹൃത്തുക്കളുണ്ട്? ഒരു 3 സുഹൃത്തുണ്ടെങ്കിൽ എങ്ങനെ പറയാം? ഐ ഹാവ് 3 ഫ്രണ്ട്സ്. എനിക്ക് 3 സുഹൃത്തുക്കളുണ്ടെന്ന് പറയാം. നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടെങ്കിൽ എങ്ങനെ പറയാം? ഐ ഹാവ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. ഐ ഹാവ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. ഐ ഹാവ് സോ മെനി ഫ്രണ്ട്സ്. ഇങ്ങനെയൊക്കെ പറയാം അല്ലേ? ആ മരത്തിൽ എത്ര ഇലകളുണ്ട് എന്നെങ്ങനെ ചോദിക്കും? ഹൗ മെനി ലീവ്സ് ആർ ദർ ഓൺ ദ ട്രീ? ഹൗ മെനി ലീവ്സ് ആർ ദർ ഓൺ ദ ട്രീ? ആ മരത്തിൽ എത്ര ഇലകളുണ്ടെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയാം? ആർക്കെങ്കിലും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ ലോട്ട് ഓഫ് ലീവ്സ്. സോ മെനി ലീവ്സ്. ഇനി ഒരു ഇല പോലും ഇല്ലെങ്കിൽ എന്ത് പറയാം? നോ ലീവ്സ്. ഇങ്ങനെയും പറയാം ഇല്ലേ? ഇപ്പോൾ കൂട്ടുകാർക്ക് ഹൗ മെനി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ചോദ്യം ചോദിക്കുക എന്ന് മനസ്സിലായില്ലേ? ഹൗ മെനി ഉപയോഗിച്ച് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരത്തിൽ ഒരു സംഖ്യയോ അല്ലെങ്കിൽ നോ എന്നോ ആണ് വരേണ്ടത് അല്ലേ? എത്ര എണ്ണം എന്നറിയണമെങ്കിൽ നാം ചോദിക്കേണ്ട ചോദ്യം ഹൗ മെനി എന്നാണ് അല്ലേ? നിങ്ങളുടെ പോക്കറ്റിൽ എത്ര പേനയുണ്ട് എന്നെങ്ങനെ ചോദിക്കും? ഹൗ മെനി പെൻസ് ഇൻ യുവർ പോക്കറ്റ്? ഹൗ മെനി പെൻസ് ഇൻ യുവർ പോക്കറ്റ്? മേശയുടെ മുകളിൽ എത്ര പുസ്തകങ്ങളുണ്ടെന്നെങ്കിൽ ചോദിക്കും? ഹൗ മെനി ബുക്സ് ഓൺ ദ ടേബിൾ? ഹൗ മെനി ബുക്സ് ഓൺ ദ ടേബിൾ? ഇതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. വളരെ രസകരമായി നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷയെ സ്വായത്തമാക്കാൻ കഴിയും. ഓക്കെ, എല്ലാവർക്കും ഇംഗ്ലീഷ് നന്നായി ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന ആശംസയോടെ കം ലെറ്റ്സ് ടോക്കിൻ്റെ 10ാം ദിനം പൂർണ്ണമാകുന്നു.